അറിയാവുന്നവള് വായിക്കും. വായിച്ചോ? കേക്കട്ടെ. ഇല്ല, അത് സീക്രട്ടാ. ചേച്ചി അനിയത്തിക്ക് ഇത് തുറന്നില്ലേ? ഞാൻ തുറന്നേ. വായിക്ക് കേക്കട്ടെ. എന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് നടക്കുക. ഇങ്ങോട്ടുമല്ലോ സ്നേഹ വാക്കുകളൊന്ന് കേക്കട്ടെ. വായിക്കും. സ്നേഹം തുളുമ്പുന്ന വാക്കുകളൊന്ന് കേക്കട്ടെ. ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റാ. ആശംസകൾ ഹിമക്കുട്ടി. അനിയത്തി എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ കരച്ചിൽ വരുന്ന എവളോ സ്നേഹം പറ്റിയ ചേച്ചിക്ക്. കൂടുതൽ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ ഞാൻ എന്തെല്ലാം സന്തോഷമായ കാര്യങ്ങൾ പറഞ്ഞാലും അത് കേട്ടിരിക്കാറുണ്ട്. പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെങ്കിലും അത് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ ആ വഴക്കെല്ലാം മാറുകയും ചെയ്യും. നിന്റെ ചേച്ചീൻ്റെ വിളി കേൾക്കുമ്പോൾ തന്നെ ആ വഴക്കുണ്ടാക്കിയതൊക്കെ മറക്കുകയും ചെയ്യും. ഹിമക്കുട്ടി എനിക്ക് ചേച്ചി എന്ന സ്ഥാനം പോലും തന്നത്. വളർന്നു വരുമ്പോൾ ഇപ്പം മനസ്സിലാകത്തില്ല വാക്കുകളുടെ വിലയെല്ലാം. ഇപ്പോൾ വളരുമ്പോൾ എടുത്ത് വായിച്ച് നോക്കണം. ഒരു ഫയലിൽ പോട്ട് വെച്ചുക്കോ ഇതെല്ലാം. சரியா? ചുമ്മാ ഇപ്പോൾ കുപ്പയിൽ പോട്ടുറമേ പോടக்கூடாது. സൂക്ഷിച്ച് വെക്കണം. ഇതിങ്ങനെ അല്ല പ്രിയകുട്ടി അടുത്ത് പോയി നിൽക്കി. ഊത് ഊത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹിമക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്ര 11 10 8 8 9 തുടങ്ങി. 9 തുടങ്ങിയ ഹാപ്പി ബർത്ത്ഡേ അമ്മയെ കൊടുത്തു. മാമന് കൊടുക്കണി. മാമന് കൊടുത്തിട്ട് പോയി. ഇച്ചിരി വിച്ച് അവിടെ വായി കൊടുത്തിട്ട് ചെല്ല അങ്ങോട്ടല്ലേ മാമന് കൊടുത്തിട്ട്